വാഴൂർ പച്ചത്തുരുത്ത് ഫാം സ്റ്റേയുടെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും. ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മനീഷ് ഷാജിയാണ്. മുഖ്യാതിഥിയായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ആർ കണ്ണൻ, അതുപോലെ തന്നെ രേഷ്മ വിപിൻ, കെ ആർ അശോകൻ, നവാസ്, അഷ്റഫ് കുഞ്ഞിലത്ത്, കെ കെ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരുണ്ട്. വളരെ വിശദമായി നല്ല മനോഹരമായ രീതിയിൽ സാഹിത്യഭാഷ കൊണ്ടുകൊണ്ട് വളരെ രസമായിട്ട് നമ്മുടെ ശ്രീ ജയറാം വാഴൂർ സ്വാഗതം പ്രസംഗം നടത്തി. ഇവിടെയാണെങ്കിൽ ക്രിയേറ്റീവ് അസ്മാബിയൻസിൻ്റെ മിക്കവാറും സുഹൃത്തുക്കളൊക്കെ സന്നിഹിതരാണ്, സകല ആൾക്കാരുണ്ട്. വളരെ സന്തോഷം. യഥാർത്ഥത്തിൽ ഒരു കുടുംബ സൗഹൃദ യോഗത്തിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ഫാം ടൂറിസത്തിൻ്റെ അതിൻ്റെ ഫാം സ്റ്റേയുടെ ഒക്കെ ഒരു യോഗത്തിൽ നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള പൊതുവായൊരു ചിന്ത, നമുക്കറിയാം, പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള നല്ല ചർച്ച ഉള്ളൊരു സമയമാണ്. പഴയ പോലെയല്ല നമ്മുടെ നാടും നഗരമൊക്കെ. പണ്ടെല്ലാം പ്രകൃതിയിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെ ഇവിടുന്ന് ഓരോ സീസൺ അനുസരിച്ച് കഴിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെയാണ് ആളുകൾ പോയിരുന്നത്, അല്ലേ? ഒരു സമയത്ത് ചിലപ്പോൾ നല്ല ചക്ക കിട്ടുന്ന സമയം ഉണ്ടാവും, അതങ്ങനെയാണ്. ചിലപ്പോൾ മറ്റ് അയിനി, അല്ലേ, ഇതിൻ്റെ കുരുവും ചക്കയും മറ്റതൊക്കെ ഉള്ള വേറെ സീസൺ ഉണ്ടാവും. കശുമാങ്ങ തിന്നലും പൊട്ടിക്കലും വെട്ടലും അരിയലും അതിൻ്റെ ഇത് കിട്ടുന്ന സമയം വേറെ ഉണ്ടാവും. നമ്മുടെ കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നും ചൂണ്ട വെച്ച് പിടിക്കുന്നതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യമൊക്കെ പതുക്കെ കാലത്തിൻ്റെ പ്രധാനപ്പെട്ട, അല്ലേ, നമ്മുടെ തിരക്കും രീതിയൊക്കെ മാറിയതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ചെറിയ റൂമുകളും ചിലപ്പോൾ പക്ഷേ 4-5 സെൻറ്റിലുള്ള വീടുമൊക്കെ ഉണ്ടാവും. സ്ക്വയർ ഫീറ്റ് 3000-ഉം 4000-ഉം ഒക്കെ ഉണ്ടാവും. അത് വലിയ വീടുകളും ഉണ്ടാവും. അല്ലെ, 10-40,000 സ്ക്വയർ ഫീറ്റുള്ള വീടും നമ്മുടെ ഈ പ്രദേശത്തുണ്ട് കേട്ടോ. 40,000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ളതും ഇവിടെയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എസംബറത്തല്ല, നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അത്തരം വീടുകൾ നിർമ്മിക്കപ്പെടുന്ന സ്ഥലത്തും എന്തില്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചിന്തയില്ല, അല്ലേ? അവിടെ നല്ല രീതിയിലുള്ളൊരു പരിസ്ഥിതി സൗഹൃദമായി വരണം എന്നുള്ള കാര്യമൊന്നുമില്ല. അവിടെ എല്ലാം കോൺക്രീറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പൊങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വിഷയം. അത് തന്നെയല്ല, ടൗണിൽ താമസിക്കുന്ന ആളുകൾ മിക്കവാറും ഫ്ലാറ്റ് ഇതൊക്കെ വന്നതോടുകൂടി അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂം തമ്മിൽ പോലും അറിയാലോ, പല സമയത്തും പല സന്ദർഭത്തിലൊക്കെ. അപ്പോൾ ആ ബന്ധവുമില്ല. അപ്പോൾ അവരിഷ്ടപ്പെടുന്നുണ്ട് മനസ്സാൽ. ഇടയ്ക്ക് നമ്മുടെ സ്വപ്നം കാണുന്ന പോലെ വിശാലമായ ഭൂമിയും പച്ചപ്പുള്ള സ്ഥലവും ഒക്കെ സ്വപ്നം കാണുന്നുണ്ട്. ചിലപ്പോൾ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ടാവും, അവർക്ക് വരാൻ 2 ദിവസം മക്കളോടും ഭാര്യയും ബാക്കിയും ഒക്കെ നടന്ന് ആസ്വദിക്കാൻ ഒരവസരം നന്നായി സൃഷ്ടിക്കുകയാണ്. നമ്മൾ കാർബൺ ന്യൂട്രലിനെ കുറിച്ച് നല്ല ചർച്ച വരികയാണ് ഇപ്പോൾ, അല്ലേ? പരിസ്ഥിതി ആയിട്ട് വരുമ്പോൾ അതാണ്. ഓസോൺ പാളിയെക്കുറിച്ച് നമ്മൾ ഇതുപോലെ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും അവിടുത്തെ ഓക്സിജൻ്റെ പാളി ഇതുണ്ട്. ഇന്നാളൊരു മാധ്യമത്തിൽ ഞാൻ വായിച്ചൊരു കാര്യം ഓക്സിജൻ പാർലറെ കുറിച്ച് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധമായി ശ്വസിക്കാനുള്ള പാർലറുകൾ ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടാവുന്നു എന്നാണ്. ശരിക്കും ശുദ്ധമായി ശ്വസിക്കാൻ ഇതുപോലത്തെ സ്ഥലം മതി നമുക്ക്, അല്ലേ? ഇതുപോലെ നല്ല തുറന്ന സ്ഥലം മതി. പക്ഷെ അതിനു വേണ്ടിയും പ്രത്യേകം എന്തുണ്ടാവുന്നു, പാർലർ ഉണ്ടാവും. നമ്മൾ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുന്ന പോലെ ഓക്സിജൻ പാർലർ ഉണ്ടാവുന്നു. 1/2 മണിക്കൂർ 1 മണിക്കൂർ ശുദ്ധമായി ശ്വസിച്ചാൽ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതിൻ്റെയും പുതിയ യുഗത്തിലേക്ക് വരുന്നു. ആലോചിച്ച് നോക്കിയാൽ കാലം അങ്ങനെ മാറുകയാണ്. അങ്ങനെ മാറുമ്പോഴും ചിലത് മാറരുതെന്ന് വാശി പിടിക്കുകയാണ്. അതാണ് സന്തോഷം. നമുക്ക് നമ്മുടെ ചില നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറം എന്ന് പറയുന്ന പോലെയുള്ള ചില 100 വർഷത്തോളമായി എന്നാണ് പറയുന്നത് ഈ വീട്, അല്ലേ? 100 വർഷത്തോളം. എൻ്റെ തറവാടും രാധാകൃഷ്ണമൊക്കെ ഇരിക്കുന്നുണ്ട്, 150 അതിൽ കൂടുതലുണ്ട്. ഏകദേശം ഇതുപോലൊക്കെ തന്നെ വീടുകളാണ്. പഴയ വീടുകളിലൊക്കെ പ്രത്യേകത മച്ചിലുള്ള ഇതൊക്കെയാണ്. ഈ മുകളിൽ മരത്തിൻ്റെ തന്നെ ഇതുള്ളതാണ്. മുകളിലും സുഖമായിട്ട് എടുക്കാം. 2 നിലയിലൊന്നും കണ്ടാത്തൊന്നുമില്ല. നമുക്കവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് എടുക്കാനും നമുക്ക് ഏറ്റവും സൗകര്യവും ഒക്കെ ഉണ്ടാവും. ഈ കല്യാണത്തിനൊക്കെ
പെട്ടെന്ന് കുട്ടികളൊന്നും സാധനങ്ങൾ എടുക്കാതിരിക്കാൻ ഈ അലുവ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുകളിൽ വെക്കുള്ളൂ. കിടാങ്ങൾക്കറിയാം, കിടാങ്ങൾ രാത്രി ആകുമ്പോൾ കയറി അത് കടിച്ചെങ്കിലും തിന്നു, ഒന്നിനും പറ്റില്ല, കത്തി തിന്നിട്ട് അങ്ങനെ തിന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയുള്ളൊരു ഇത്. അപ്പം ഇത്തരം ഇത് സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഇരിക്കാനും ഗ്രാമപ്രദേശങ്ങൾ വരാനും അതിനോടൊപ്പം തന്നെ നാം പറയുന്ന ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൂടി ഉണ്ടാകാനുമുള്ള വലിയ രീതി വരാണ്. നമുക്ക് കുളമുണ്ട്, അവിടെ മീനുണ്ട്, ചൂണ്ടിടാൻ പറ്റും, കുളിക്കാൻ പറ്റും അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഇരിക്കുന്നവർ കുളിച്ചിട്ട് ഇരിക്കുമ്പോൾ അവസാനം നമ്മൾ നോക്കുന്നത് ഈ സൂര്യനെ നോക്കുക. സൂര്യൻ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കാണാണ്ടാവും, വിചാരി അല്ലെ, ഒരു കറുപ്പ് ഇതൊക്കെ ആയിട്ടുള്ള സൂര്യനെ കാണും. ചെളിയൊക്കെ ഒരു ഇതായിട്ടുണ്ടാവും, അടിയിലുള്ള ചെളിയൊക്കെ മുഴുവൻ പൊക്കിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ അവിടെ കയറുക, കരയ്ക്ക് കയറുക. ഇപ്പൊ കുളിക്കാൻ കുട്ടികളെ വെള്ളത്തിലിട്ടാൽ ഉണ്ടാവുന്ന സ്ഥിതി എന്താ അറിയാലോ അല്ലേ. കുളിക്കാൻ, നീന്താൻ ഒക്കെ കുട്ടികൾക്ക് എന്താവുന്നു, പ്രശ്നമാകുന്നു. സർട്ടിഫിക്കറ്റ് കൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത്. തപാലിൽ കൂടെ കുളി പഠിക്കും അല്ലേ, നീന്തൽ പഠിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടാൻ ഇതുപോലുള്ള ഫാം സ്റ്റേകളായിരിക്കും. അതുപോലെ ഇന്നിപ്പോൾ സന്തോഷമുള്ള കാര്യം, ഇത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ മുനക്കല് ഹോം സ്റ്റേ ആരംഭിക്കുന്നുണ്ട്. ഹോം സ്റ്റേ വലിയൊരു കമ്പനി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അവർ നിർമ്മാണ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ മുനക്കൽ ഇല്ലാത്തൊരു പ്രധാനപ്പെട്ടതാണ് ഹോം സ്റ്റേ എന്ന് പറയുന്ന സംഭവം. അതിപ്പോൾ ഒന്ന് അവിടെ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ അപ്പുറത്ത് കനോലി കനാലിൻ്റെ തീരത്ത് നല്ല ഹോം സ്റ്റേ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ തന്നെ ഉണ്ട്. പലർക്കും അറിഞ്ഞൂടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലേ, പോയി പല സ്ഥലത്തും. ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചില്ല. ചില ഒരാളുടെ സ്ഥലം വിളിച്ചു വെച്ച് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ മാഷ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഞാനത് പിന്നീട് മനസ്സിലായി. പഴയ കൃഷി ഓഫീസറുടെ, ഈ കൃഷി ഓഫീസറല്ല, നമ്മുടെ വേറെ ആളുടെ ഒരു ഭൂമി. അപ്പോൾ അവിടെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ആളുകൾ ഫുൾ ടൈം ബുക്കിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ബുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ, പണമുള്ളവരൊക്കെ ഇതുപോലെ വരാനും ഇതുപോലെ കേന്ദ്രങ്ങളിൽ ഇരിക്കാനും അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൻ്റെ ഒരു ആസ്വാദനമൊക്കെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന സാധനം. വളരെ സന്തോഷം. ജയറാം വാഴൂർ അദ്ദേഹത്തിൻ്റെ ഈ വീട് ഇത്തരം ഒരു ഫാം സ്റ്റേ സംവിധാനത്തിലുണ്ടാക്കാൻ, അതിൽ എപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇത് ഇല്ലാത്ത സമയത്തും അദ്ദേഹം നല്ലവണ്ണം പൂക്കൾ ഇവിടെ ഉണ്ടാവും. ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത്, ഗംഭീരമായിട്ട് പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുന്നുണ്ട് വാഴക്കൃഷി, അതുമായി ബന്ധപ്പെട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം അതനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്നതാണ്. വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ അതാണ് പച്ചത്തുരുത്ത് എന്നുള്ള പേരും അതിനോട് വളരെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ. കേൾക്കുമ്പോൾ തന്നെ പച്ചത്തുരുത്ത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യണില്ലേ. തീർച്ചയായും ആ അർത്ഥത്തിൽ ഇത്തരം ഒരു ഫാം സ്റ്റേ ആരംഭിക്കാൻ അദ്ദേഹം എടുത്ത എന്താണ് പ്രത്യേകമായ അതൊരു പൈസയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മനോഭാവം കൂടിയിട്ട് ഞാൻ തിരിച്ചറിയാണ്. അതിപ്പോൾ ഒരു ഈ സ്റ്റേരെ മാത്രമല്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്ങനെ ആണ്. നല്ല പച്ചക്കറി, നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കിയാലും പൈസ ഇൻവെസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധം ചോദിച്ചാൽ വലിയ ബന്ധം ഉണ്ടാകാൻ വഴിയില്ല. എപ്പോഴും അങ്ങനെയാണ്. അതങ്ങനെ അപ്പോൾ പൈസ കൂട്ടി നോക്കി ഇതും അതും കൂടെ കൂട്ടിയാലോ ഒന്നും കാര്യമുണ്ടാവില്ല. നമ്മുടെ കടയിൽ പോയിട്ട് 1 കിലോ വെണ്ടയ്ക്ക മേടിച്ചാൽ കൂടിയത് 15-20 രൂപയുള്ള സമയത്തും നമ്മൾ ഉൽപ്പാദിപ്പിച്ച വെണ്ടയ്ക്ക് ചിലപ്പോൾ കൂട്ടി വയ്ക്കാൽ 50-60 രൂപയാവും. അതാണ് സ്ഥിതി. അതാണ് എൻ്റെ വ്യത്യാസമൊക്കെ അത് അത്ര ഉണ്ടാവും. പക്ഷെ അതല്ല, ചിലത് നിലനിൽക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ശ്രീ ജയറാം വാഴൂർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം.